ദൈവം നന്മയാണെന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങളും സഹനങ്ങളും ദുരന്തങ്ങളും കടന്നു വരുമ്പോൾ നാം അതിനെ തിന്മയെന്ന് വിളിക്കുകയും അതിൻ്റെ പേരിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ദൈവമാർക്കും തിന്മ ചെയ്യുന്നില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകലതും നന്മയായി പരിണമിപ്പിക്കുന്നു. റോമ 8-ാം തിരുവചനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം ദൈവം സ്ഥാപിച്ചത് തന്നെ നന്മയും തിന്മയും വേർതിരിച്ചറിയാനും മനുഷ്യർക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടാകാനും തന്നെയായിരുന്നു. എന്നിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് കാരണം ദൈവമല്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം നാം ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടാണ് തിന്മയ്ക്ക് നാം അടിമപ്പെട്ടു പോകുന്നത്. തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മയുടെ പേരിൽ ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ഇനി ഏതെങ്കിലും തിന്മകൾ നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നന്മയ്ക്കായി തരുന്നതാണെന്നും മനസ്സിലാക്കണം. പൂർവപിതാവായ ജോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച തിന്മകൾ പിന്നീട് നന്മയായി മാറിയത് ഓർമ്മിക്കുക. ചുരുക്കത്തിൽ തിന്മ ജീവിതത്തിൽ സംഭവിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ തന്നെ സ്വാതന്ത്ര്യ ദുർവിനിയോഗത്തിന്റെ ഫലമായി. 2, ഉപരി നന്മയ്ക്കായി. ഇതിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന തിന്മ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ആലോചിക്കുക. ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ അത് സഹിക്കാൻ അവിടുന്ന് ശക്തി നൽകും. ധൈര്യമായി മുന്നോട്ടു പോകുക. അതല്ല നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ തിരുത്താനും നേർവഴിക്ക് പോകാനും തീരുമാനമെടുക്കുക. ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളുടെ പേരിൽ ദൈവത്തെ കുറ്റപ്പെടുത്താതിരിക്കുക.